തൊഴിലുറപ്പ് തൊഴിൽ നിഷേധിക്കുന്നതായി ആരോപിച്ച് വയോധിക പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ സമരം നടത്തി. നെടുങ്കണ്ടം ബാലഗ്രാം സ്വദേശിനിയായ ലക്ഷ്മി കുട്ടിയമ്മയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. തൊഴിൽ ആവശ്യപ്പെട്ട് ഇവർ പാമ്പാടുംപാറ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലാണ് സമരം നടത്തിയത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ നടക്കുന്ന ക്രമക്കേടുകൾ സംബന്ധിച്ച് പരാതി നൽകിയതോടെ തനിക്ക് തൊഴിലുറപ്പ് നിഷേധിക്കുന്നതായാണ് ലക്ഷ്മിക്കുട്ടിയമ്മയുടെ ആരോപണം. ഇത് സംബന്ധിച്ച് അധികൃതരെ വിവരമറിയിച്ചിട്ട് നടപടിയുണ്ടായില്ല. ഇതോടെ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ സമരം നടത്താൻ നിർബന്ധിത ആവുകയായിരുന്നുവെന്ന് ലക്ഷ്മിക്കുട്ടിയമ്മ പറഞ്ഞു. എന്നെ മാത്രം പണിയിക്കില്ല, എന്റെ വീടിനടുത്ത് പണി വന്നിട്ട് എനിക്ക് 2 കാലും വയ്യാതെ നീര് പിടിച്ച് തുണി വെച്ച് ചുറ്റി ഞാൻ പണിക്ക് ചെന്നിട്ട് ഒന്ന് ആശുപത്രി പോകാൻ എന്നെ ഈ സോമി എന്ന് പറയുന്ന സ്ത്രീ വിട്ടില്ല. ആ സ്ത്രീയുടെ പറമ്പിലാണ് ഈ 60 സെന്റ് സ്ഥലത്ത് 1118 പണി ചെയ്യാന് ഈ പഞ്ചായത്തും ഈ കൃഷി ഓഫീസറും കൂടെ അനുവദിച്ചേക്കുന്നത്. അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഇത്രയും നാളും എനിക്ക് പണി തരാത്തതിന്റെ 2023 1-ാം മാസത്തിൽ അപേക്ഷ വെച്ചിട്ട് എനിക്ക് പണി തരാത്ത അന്ന് മുതലുള്ള ശമ്പളം എനിക്ക് വേണം. എനിക്ക് ജീവിക്കാൻ മറ്റു മാർഗമൊന്നുമില്ല. എന്റെ പെൺകുഞ്ഞാണ് എന്നെ നോക്കുന്നത്. അതേസമയം ലക്ഷ്മിക്കുട്ടിയമ്മയെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തൊഴിലുറപ്പ് സംബന്ധിച്ച് ഇവരെ അറിയിച്ചിട്ടും പങ്കെടുത്തില്ലെന്ന് തൊഴിലുറപ്പ് പദ്ധതി ജീവനക്കാർ വ്യക്തമാക്കി. കാരണം ഈ സാമ്പത്തിക വർഷം 15/8/24 മുതൽ 21/8/24 വരെ ഈ വ്യക്തി തൊഴിലിന് അപേക്ഷ വെച്ചത് പ്രകാരം തൊഴിൽ നൽകുകയും ഈ ഓഫീസിൽ നിന്ന് നമ്മൾ വിളിച്ചറിയിക്കുകയും ചെയ്താണ്. എന്നിട്ട് ഈ വ്യക്തി ഈ ദിവസങ്ങളിൽ തൊഴിലിന് ഇറങ്ങിയിട്ടില്ല. അതുമല്ല, കഴിഞ്ഞ സാമ്പത്തിക വർഷം 85 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ വ്യക്തിയാണ്. തൊഴിൽ സംബന്ധിച്ച് തന്നെ അറിയിക്കാതെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണെന്നാണ് ലക്ഷ്മിക്കുട്ടിയമ്മയുടെ ആരോപണം. ഏക വരുമാന മാർഗമാണ് തൊഴിലുറപ്പ് എന്നും നഷ്ടമായ തൊഴിൽ ദിനങ്ങളുടെ കൂലി നൽകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.